നമസ്കാരം. ഹാമിദ് ആറ്റക്കോഴി കഴിഞ്ഞ ദിവസം ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു. അതായത് എനിക്ക് പണി കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു പ്രാർത്ഥന. അത് തന്നെ അനിസ്ലാമികമാണ്. ഒരാൾക്ക് ദോഷമുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. അയാൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിവരമില്ലാത്ത ഹാമിദ് പലതും ചെയ്തു കൂട്ടുന്നു. ഞാൻ അതിനെ ആ ഒരു രീതിയിലെ കാണുന്നുള്ളൂ. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. എനിക്കെതിരെ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. സത്യമാണ്, പോലീസ് എന്നെ വിളിച്ചിരുന്നതാണ്. എന്നാൽ ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ എല്ലാ പരിപാടിയും നിർത്തിവച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഹാമിദിന്റെ വീഡിയോ. ഇന്നത്തെ ദിവസമെങ്കിലും കുറച്ച് ആളുകൾ രക്ഷപ്പെട്ടെങ്കിൽ അത് ഞാൻ കാരണമാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. എന്തായാലും ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇവിടെ ഹാമിദുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി കൊടുക്കും, നിയമപരമായ നടപടി സ്വീകരിക്കും എന്ന കാര്യം ഞാൻ വ്യക്തമാക്കിയിരുന്നു. അതായത് ഹാമിദ് കൊടുങ്ങല്ലൂരിൽ യുനാനി ചികിത്സ നടത്തിയിരുന്ന സമയത്ത് യുനാനി വൈദ്യനാണ്, യുനാനി ഡോക്ടറാണെന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ചികിത്സ നടത്തി ഒരുപാട് ആളുകൾക്ക് ആ വിഷയത്തിൽ പരാതിയുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് അധികാരികൾക്ക് ഞാൻ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവായിട്ടുമുണ്ട്. നടപടി എന്താണെന്നുള്ളത് ഹാമിദ് അധികം വൈകാതെ അറിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആൾമാറാട്ടം നടത്തുക, അതുപോലെ തന്നെ വ്യാജ ഡോക്ടർ ചമയുക, ഇതൊക്കെ അങ്ങേയറ്റം ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ്. അതായത് ആൾമാറാട്ടം നടത്തുക, അതുപോലെ തന്നെ വ്യാജ ഡോക്ടർ തുടങ്ങിയ കുറ്റകൃത്യങ്ങളൊക്കെ ശക്തമായ നടപടി ഉണ്ടാകും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ എന്നുള്ള കാര്യം ഹാമിദ് മനസ്സിലാക്കുക. പത്രങ്ങളിലൊക്കെ ഹാമിദ് വാർത്തകൾ വായിക്കുന്ന ആളായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്തായാലും നോക്കാൻ സാധ്യതയുണ്ട്. കാരണം യൂട്യൂബാണല്ലോ ഹാമിദിന്റെ ജീവിതമാർഗം. അത് വെച്ചാണല്ലോ ആളുകളെ പറ്റിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള നടപടികളിൽ ഏർപ്പെട്ടാൽ ശക്തമായ നടപടി ഉണ്ടാകും. ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥയുണ്ടാകും. അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട്. ഞാൻ ഹാമിദിന് മനസ്സിലാകുന്നതിന് വേണ്ടി പറയുകയാണ്. അത്തരത്തിലുള്ള നടപടികൾക്ക്, അത്തരത്തിലുള്ള ചില പരാതികളുമായി പലരും രംഗത്തെത്തിയിട്ടുണ്ട്. പിന്നെ മറ്റു ചില പരാതികൾ കൂടെ ഹാമിദിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. നേരത്തെ കുട്ടികൾ നഷ്ടപ്പെട്ട ഒരു പിതാവ് മാത്രമാണ്, അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ട ഒരു ഭർത്താവ് മാത്രമാണ് ഇവിടെ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചത്. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള പലരും രംഗത്ത് വരികയാണ്. ഹാമിദ് എവിടെ നിന്നൊക്കെ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട്, അവരെയൊക്കെ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആളുകൾ ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിക്കുന്നു. ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്, അതിന്റെയൊക്കെ പുറകെ പോകേണ്ടതുണ്ട്. തീർച്ചയായും അതെല്ലാം കൃത്യമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഹാമിദ് മറുപടി പറയേണ്ടി വരും. അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനി എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത് സമസ്തയുടെ നേതാക്കന്മാരോടാണ്. എല്ലാവിധ സ്നേഹവും ബഹുമാനവും അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ സമസ്തയുടെ നേതാക്കന്മാരോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യൻ സമസ്തയെ വിശ്വസിച്ച് 10-12 പേജുള്ള ഒരു പരാതി, അതും സമസ്തയുടെ നേതാവായിട്ടുള്ള ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞതനുസരിച്ച് സമസ്തയിൽ സമർപ്പിച്ചപ്പോൾ ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്താൻ പോലും സമസ്തയുടെ നേതാക്കന്മാർ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഇതെന്ത് സംഘടനയാണ് എന്ന് എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ഒരിക്കലും ഹാമിദ് നടത്തുന്ന പരിപാടികൾ അത് ഇസ്ലാമികമല്ല, ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങളാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. മതപരമായിട്ടുള്ള കാര്യങ്ങളല്ല ഹാമിദ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും പറഞ്ഞാൽ നിഷിദ്ധമായ പ്രവർത്തനങ്ങളിലാണ് തുടർച്ചയായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ തന്നെ മറ്റൊരു നേതാവ് സത്താർ പന്തല്ലൂർ ഈ വിഷയം വളരെ വ്യക്തമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതായത് സ്ത്രീകളെ വിളിച്ചു വരുത്തുക ഹാമിദിന്റെ വീട്ടിലേക്ക് പിശാചിനെ ഒഴിവാക്കാനാണെന്ന് പറഞ്ഞാണ്, ബാധ ഒഴിവാക്കാനാണെന്ന് പറഞ്ഞാണ് ഈ വിളിച്ചു വരുത്തുന്നത്. വീട്ടിൽ വന്നതിന് ശേഷം നമസ്കരിക്കുമ്പോൾ ധരിക്കുന്ന ഒരു ഡ്രസ്സ് ഈ സ്ത്രീകളെ ധരിപ്പിക്കുക, അതിനുശേഷം പിശാചിനെ ഒഴിപ്പിക്കുന്ന നടപടിയാണ്. ഹാമിദും ഹാമിദിന്റെ കൈക്കാരന്മാരും മാത്രമാണ് ഈ സമയം ഈ റൂമിലുള്ളത്. അത്തരത്തിൽ അനുഭവങ്ങളുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ മതത്തിന്റെ പേര് പറഞ്ഞ്, ആത്മീയ ചികിത്സയുടെ പേര് പറഞ്ഞ് നിരവധി കുടുംബങ്ങൾ നശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ വഴിപിഴപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള പരിപാടികളിൽ നിരന്തരം ഏർപ്പെടുന്ന ഒരു വ്യക്തിക്കെതിരെ കൃത്യമായ തെളിവുകൾ സഹിതം പരാതിയുമായി ചെന്നപ്പോൾ ചില സമസ്തയുടെ നേതാക്കന്മാർ പറഞ്ഞത്
അയാൾക്ക് മറ്റേ അസ്മാഇന്റെ പണിയുണ്ട്, അതായത് മന്ത്രവാദമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്നാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ബഹാവുദ്ദീൻ നദ്വി എന്ന് പറയുന്ന ഉസ്താദിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സത്താർ പന്തല്ലൂർ, അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ ഈ ഉഡായിപ്പ് തങ്ങൾക്കെതിരെ, ആറ്റക്കോഴിക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ച വ്യക്തിയാണ്. എന്തായാലും സമസ്തയുടെ നേതാക്കന്മാർക്ക്, മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത്തരത്തിലുള്ള ലാഭങ്ങൾക്കു വേണ്ടി ഈ സമുദായത്തെ നിങ്ങൾ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കരുത്. SKSSF-ഉം അതുപോലെ തന്നെ SYS-ഉം ഇയാൾ നടത്തുന്നത് തട്ടിപ്പാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ട് പോലും, അതുപോലെ തന്നെ ജമലുല്ലൈലി വിഭാഗം ഇയാൾ തങ്ങളല്ല എന്ന കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ട് പോലും സമസ്തയ്ക്ക് ഒരു അനക്കവുമില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. ഈ നിലപാടിൽ നിന്ന് സമസ്ത മാറുന്നതാണ് സമസ്തയ്ക്ക് നല്ലത്. ഇനി മാറിയില്ലെങ്കിൽ തീർച്ചയായും ഇതൊക്കെ നാളെ അനുയായികൾ, തട്ടിപ്പിന് ഇരയാകുന്ന ആളുകൾ സമസ്തയോട് മുഖത്ത് നോക്കി ചോദിക്കും. അന്ന് മറുപടി പറയാൻ കഴിയില്ല എന്ന കാര്യം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഇവിടെ ആൾമാറാട്ടം നടത്തി, യുനാനി ചികിത്സ നടത്തി, വൈദ്യനാണെന്ന് പറഞ്ഞ് ഇറങ്ങി ആളുകളെ പറ്റിച്ച ഹാമിദിനെതിരെ ഒരു ക്രിമിനൽ കേസ് എന്തായാലും അത് ഉടൻ ഉണ്ടാകും. ഹാമിദിനെതിരെ ശക്തമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകും, നടപടികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്.